ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻഡ്രോയിഡ് മലയാളി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് നമ്മളെ വീട്ടിൽ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ നമ്മൾക്ക് ഒരു സെർവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇൻറ്റേർണലായിട്ടൊരു സെർവർ ആക്സസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ ഇപ്പം വെബ്സൈറ്റ് ഹോസ്റ്റിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന അതേപോലത്തെ ഒരു ഒരു സെർവർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാകും. നമുക്ക് ആ ഒരു സെർവർ ഓണാക്കിക്കൊണ്ട് ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു PHP ഫയൽ റൺ ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റ് റൺ ചെയ്യിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടേതായ സ്വന്തമായിട്ടൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് അത് റൺ ചെയ്യിക്കാനൊക്കെ ഇത് വളരെയധികം സഹായിക്കും. കാരണം ഇപ്പോൾ നമ്മൾക്ക് അത്യാവശ്യം ഇപ്പോൾ ChatGPT വന്നതിൽ പിന്നെ നമുക്ക് സ്വന്തമായിട്ട് കോഡൊക്കെ നമ്മൾക്ക് തന്നെ ഓരോരു കോഡ് പറഞ്ഞിട്ട് അത് എഴുതി തരും. അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നിങ്ങളെ വീട്ടിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലായാലും കമ്പ്യൂട്ടറിലായാലും എങ്ങനെ ഒരു സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അതിനുശേഷം എങ്ങനെ അത് നമുക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ. അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മേഖലയല്ല, എന്നിരുന്നാലും ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ സെർവർ ഇൻസ്റ്റാൾ ചെയ്യാം, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ആംസ് സെർവർ. ഇത് നമ്മളെ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലാപ്ടോപ്പ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ആയിക്കോട്ടെ അതിൻ്റെ അകത്ത് ഒരു സെർവർ നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ നോർമലായിട്ടുള്ള ഫയൽ സ്റ്റോറേജിനെ ഒരു സെർവറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾക്ക് ഈ ഇൻ്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ക്രിപ്റ്റുകൾ PHP പോലുള്ള സ്ക്രിപ്റ്റ്സ് ഒക്കെ നമ്മളെ സ്വന്തം കമ്പ്യൂട്ടറിനകത്ത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ അറിയുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ പ്രോഗ്രാം നിങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതിന് പ്രത്യേകിച്ചിട്ട് ഒരു ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഓൺലൈൻ ടെസ്റ്റ് ചെയ്യുന്ന പ്രോഗ്രാംസ് ഒക്കെ നിങ്ങളുടെ സിസ്റ്റത്തിൽ തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പറഞ്ഞുതരാം. ഇതാണ് ആംസിൻ്റെ സൈറ്റ്. ഗൂഗിളിൽ ഇതുപോലെ ആംസ് സെർവർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ ലിങ്ക് കിട്ടും. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ വെബ്സൈറ്റ് വരും. ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇത് PHPൻ്റെ ഓൾമോസ്റ്റ് എല്ലാ വേർഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8.1 മുതൽ 5.6 മുതൽ 8.1 വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം ഏകദേശം 2013 മുതലേ ഞാൻ ഇത് ഉപയോഗിച്ച് വരുന്നുണ്ട്. ഓക്കെ, ഇത് കൂടാതെ വേറെയും ഒരുപാട് സെർവേഴ്സൊക്കെ ഉണ്ട് ഇതേപോലെ തന്നെ. പക്ഷേ എനിക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ളത് ഈ ഒരു സെർവറാണ്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതേപോലെ നമ്മുടെ റൈറ്റ് കോർണറിൽ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് സെർവർ. എൻ്റെ ഇത് പഴയ വേർഷനാണ്, ഞാനിത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. 5.6ലാണ് റൺ ചെയ്യുന്നത്. അപ്പം ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യാം. നമ്മൾ C ഡിസ്കിൽ ആണ് ഇതിൻ്റെ ഫയലൊക്കെ സേവ് ചെയ്തിട്ടുണ്ട്. അതായത് C എടുക്കുക, പ്രോഗ്രാം ഫയൽസ് x86 എന്നുള്ളത് എടുക്കുക, അതിൽ ആംസ് ഉണ്ടാവും. അതിൽ www ഇതാണ് ഹോസ്റ്റിംഗ് ഫോൾഡർ. ഇതിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഹോസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ നമ്മൾക്കിപ്പം ChatGPT വഴി നമ്മളിപ്പം കോഡുകളൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് ഈ പറയുന്ന ഒരു ഫോൾഡറിൽ വെച്ചിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ PHP അഡ്മിനൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഡാറ്റാബേസൊക്കെ. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സെർവറാണ്. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നുള്ളൂ. നല്ലൊരു സെർവറാണ് ഈ ആംസ് എന്നുള്ളത്. ഓക്കെ, അപ്പം നിങ്ങളും ഇതേപോലെ വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ട്രൈ ചെയ്യുക. അപ്പോൾ ജസ്റ്റ് ഇത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കണ്ടാൽ മതി. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ChatGPT പോലുള്ള വീഡിയോസ് ഇടുമ്പോൾ അതിൽ കൂടെ പറഞ്ഞുതരാം. അപ്പം ഇതാണ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രധാന ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഫയൽ PHP ഫയൽ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടും. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിൽ നെറ്റ് ഇല്ലാതെ തന്നെ നമുക്ക് ഇത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്കിപ്പോൾ എന്തെങ്കിലും ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്തതിലേക്ക് കുറേ ഡാറ്റ ആഡ് ചെയ്യണമെങ്കിൽ സെർവറിൻ്റെ ആവശ്യമില്ല, ഓൺലൈൻ സെർവറിൻ്റെ ആവശ്യമില്ല. ഈ പറയുന്ന ഓഫ്ലൈൻ സെർവറിൽ തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏറ്റവും ഉപകാരപ്പെടുക വെച്ച് കഴിഞ്ഞാൽ ചില വർക്കുകൾ നമുക്ക് ഓൺലൈനിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ഒക്കെ ചില ഡാറ്റാബേസ് നമ്മൾ ഓൺലൈൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി അപ്ഡേറ്റ് ആവും. അപ്പോൾ അതിൻ്റെ കുറേ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സുഖം ഈ പറഞ്ഞ പോലെ ഒരു ഓഫ്ലൈൻ സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇത്രയാണ് കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അപ്പോൾ അധിക പേർക്കും അത്ര പരിചയമില്ലാത്തൊരു വീഡിയോ ആണിത്. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് ഇത് താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ പറയാം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും എങ്ങനെയാണ് സെർവർ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ എങ്ങനെ അത് ഉപയോഗിക്കണമെന്ന് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.